സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വർഷത്തെ റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേള സമാപിച്ചു. റിയാദ് വായിക്കുന്നു എന്ന തലക്കെട്ടിൽ സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെ കിങ് സൗദ് സർവകലാശാലയിലാണ് സാഹിത്യ പ്രസിദ്ധീകരണ വിവർത്തന അതോറിറ്റി പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. അറബ് സർഗാത്മകതയുടെയും സംസ്കാരത്തിന്റെയും എല്ലാ മേഖലകളിലും സമഗ്ര ചലനം സൃഷ്ടിച്ച ഇത്തവണത്തെ മേളയിലെ അതിഥി രാജ്യം ഖത്തറായിരുന്നു. സൗദിയിൽ നിന്നും കയറ്റുമതിക്കുള്ള കസ്റ്റംസ് തീരുവ ഒഴിവാക്കാനും ഇറക്കുമതി തീരുവ കുറയ്ക്കാനുമുള്ള തീരുമാനം പ്രാബല്യത്തിലായി. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യത്തിന്റെ 0.15% കസ്റ്റംസ് ഡിക്ലറേഷൻ പ്രോസസ് ചെയ്യുന്നതിനുള്ള ഫീസായി ഈടാക്കും. രാജ്യത്തിന് പുറത്തുനിന്നും ഓൺലൈൻ സ്റ്റോറുകൾ വഴി ലഭിക്കുന്ന 1000 റിയാലിൽ കവിയാത്ത വ്യക്തിഗത ഷിപ്മെന്റുകൾക്ക് 15 റിയാൽ തീരുവ ചുമത്തും. അതേസമയം കയറ്റുമതിക്കുള്ള കസ്റ്റംസ് സേവനങ്ങൾക്കുള്ള തീരുവ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. കസ്റ്റംസ് ഡാറ്റ പ്രോസസ്സിംഗ് സേവനം, ലീഡ് സ്റ്റാമ്പിംഗ്, ലാൻഡ് പോർട്ടുകളിലെ ചരക്ക് സേവനങ്ങൾ, എക്സ്റേ പരിശോധന, കസ്റ്റംസ് ഡാറ്റ വിവരങ്ങളുടെ കൈമാറ്റം, സ്വകാര്യ ലബോറട്ടറികളിലെ സാമ്പിൾ വിശകലനത്തിന്റെ കൈമാറ്റം എന്നിവയ്ക്കുള്ള ഫീസ് എന്നിവയും റദ്ദാക്കി. മുമ്പ് ഇറക്കുമതി തീരുവയിൽ എക്സ്റേ ഉപയോഗിച്ച് പരിശോധിക്കുന്ന ഓരോ കണ്ടെയ്നറിനും 100 റിയാൽ ഈടാക്കിയിരുന്നു. വിവര കൈമാറ്റ സേവനത്തിന് 100 റിയാലും കസ്റ്റംസ് ഡിക്ലറേഷൻ പ്രോസസ്സിംഗ് സേവനത്തിന് 20 റിയാലിനും പുറമെയാണിത്. എന്നാൽ പുതിയ തീരുമാനം നടപ്പിലായതോടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യത്തിന്റെ 0.15% ഫീസ്. ഇത് പരമാവധി 500 റിയാലും കുറഞ്ഞത് 15 റിയാലുമാണ്. കൂടാതെ കസ്റ്റംസ് തീരുവകളിൽ നിന്നും നികുതികളിൽ നിന്നും ഒഴിവാക്കിയ സാധനങ്ങൾക്ക് പരമാവധി 130 റിയാലാണ് ഫീസ്. കയറ്റുമതി തീരുവ റദ്ദാക്കുന്നത് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുന്നതിനും ചെറുകിട ഇടത്തരം സംരംഭകരെ സഹായിക്കുമെന്നും അതോറിറ്റി സൂചിപ്പിച്ചു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സുരക്ഷാ പരിശോധന തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ 22,094 നിയമലംഘകരെ സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയതായി അധികൃതർ വ്യക്തമാക്കി. നേരത്തെ വിവിധ നിയമലംഘനങ്ങൾക്ക് പിടിയിലായ 10,943 പേരെ സൗദിയിൽ നിന്നും സ്വന്തം നാടുകളിലേക്ക് നാടുകടത്തുകയുമുണ്ടായി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിരവധി പേരാണ് അറസ്റ്റിലായത്. 13,730 പേർ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് സൗദിയിൽ കഴിഞ്ഞതിനാണ് പിടിയിലായത്. അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ചതിന് 4,873 പേർ പിടിയിലായി. 3,490 പേർ തൊഴിൽ നിയമം ലംഘിച്ചതിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് 1,337 പേർ അറസ്റ്റിലായി. ഇവരിൽ 53% എത്യോപ്യക്കാരും 43% യമനികളും ബാക്കി ശതമാനം മറ്റ് രാജ്യക്കാരുമാണ്. ദോഫർ ഗവർണറേറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാദി ദർബാത്ത് വെള്ളച്ചാട്ടം കാണാൻ മൊവാസലാത്ത് ബസ് സർവീസിൽ 1,71,254 സഞ്ചാരികളെത്തി. വെള്ളച്ചാട്ടം, വ്യൂ പോയിന്റ് എന്നിവിടങ്ങളിലേക്ക് മികച്ച സർവീസ് നടത്താൻ സാധിച്ചുവെന്ന് ഒമാൻ ദേശീയ ഗതാഗത കമ്പനി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം മുതലാണ് മൊവാസലാത്ത് ഖരീഫ് കാലത്ത് വാദി ദർബാത്തിലേക്ക് പ്രത്യേക ബസ് സർവീസ് ആരംഭിച്ചത്. 1,66,864 സഞ്ചാരികൾ 2023 സീസണിൽ സർവീസ് ഉപയോഗപ്പെടുത്തിയിരുന്നതായും മൊവാസലാത്ത് പ്രസ്താവനയിൽ വ്യക്തമാക്കി. വാദി ദർബാത്ത് പാതയിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെയും സുരക്ഷിതവുമായ മൊവാസലാത്ത് സർവീസ് സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളിൽ ഏറെ പ്രചാരം നേടുകയും വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു. ദർബാത്തിലെ പാർക്കിംഗ് പ്രയാസങ്ങളും ബസ് സർവീസ് വഴി ഒഴിവാക്കാൻ സാധിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ ബസ് യാത്രക്കാർ കൂടാനും ഇത് കാരണമാവുകയായിരുന്നു. അടുത്തിടെ പ്രവർത്തനമാരംഭിച്ച സിലാൽ പഴം പച്ചക്കറി മൊത്തവിതരണ കേന്ദ്രത്തിൽ തൊഴിൽ നിയമങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി പരിശോധനയുമായി തൊഴിൽ മന്ത്രാലയം രംഗത്ത്. തെക്കൻ ബാത്തിന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗമാണ് മാർക്കറ്റിലെ വിവിധ സ്ഥാപനങ്ങളിലെത്തി പരിശോധന നടത്തിയത്. തൊഴിൽ നിയമങ്ങളും മന്ത്രാലയം തീരുമാനങ്ങളും പാലിക്കുന്നുണ്ടെന്നും സ്വദേശിവൽക്കരണത്തിനനുസൃതമായി നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും പരിശോധനയുടെ ലക്ഷ്യമാണ്. അതേസമയം ഖസായിൻ സിറ്റിയിലെ സലാൽ പഴം പച്ചക്കറി മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ തുറന്നതോടെ സ്വദേശികൾക്ക് വലിയ തോതിൽ തൊഴിൽ അവസരങ്ങളാണ് ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നത്. പുതിയ സ്ഥാപനങ്ങൾക്കും സംരംഭങ്ങൾക്കും ഖസായിനിൽ സാധ്യതകളുണ്ട്. പുതിയ നിക്ഷേപം കടന്നുവരുന്നതിലൂടെ കൂടുതൽ സ്വദേശി യുവാക്കൾക്ക് അവസരങ്ങൾ ഒരുങ്ങുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്.
ഖസായിൻ സിറ്റിയിലെ റെസ്റ്റോറന്റുകൾ, കഫേകൾ, വെയർഹൌസുകൾ, ഡ്രൈ സ്റ്റോറുകൾ, മറ്റ് കടകൾ തുടങ്ങിയ യൂണിറ്റുകളിലും സ്വദേശികൾക്ക് അവസരങ്ങൾ ലഭിക്കും. കോൾഡ് സ്റ്റോർ, സെൻട്രൽ കോൾഡ് സ്റ്റോറേജ്, ഒണിയൻ ഷെഡ്, പൊട്ടാറ്റോ ഷെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയെല്ലാം ഇതിനോടകം തന്നെ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ നിന്നുൾപ്പെടെ 50 ദശലക്ഷം റിയാൽ ചെലവിലാണ് ഖസായിൻ സിറ്റി പദ്ധതി പൂർത്തീകരിച്ചത്. പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഒമാൻ വിപണിയിൽ ലഭ്യമാക്കുന്നതിനോടൊപ്പം കയറ്റുമതി കേന്ദ്രമായി കൂടിയാണ് ഖസായിൻ മാർക്കറ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായ ഒമാൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ് പുതിയ സെൻട്രൽ മാർക്കറ്റ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. രാജ്യത്തെ ജനസംഖ്യയിൽ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ പുതിയ സെൻട്രൽ മാർക്കറ്റിലൂടെ സാധിക്കും. 5 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പൂർണ്ണമായും ശീതീകരിച്ച മാർക്കറ്റ് ദേശീയ നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ കാറിന് തീവച്ച 2 പേർ അറസ്റ്റിലായി. സൊഹർ വിലായത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. നിർത്തിയിട്ട കാർ തീവച്ച് നശിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തിയ റോയൽ ഒമാൻ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് സ്വദേശി പൗരനെ റോയൽ ഒമാൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തു. മുസന്തം ഗവർണറേറ്റിലെ ഖസബ് ഹോസ്പിറ്റലിൽ നിന്നും മസ്കർ ഗവർണറേറ്റിലെ ഖൗല ആശുപത്രിയിലേക്കാണ് എത്തിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അടിയന്തര വിദഗ്ധ ചികിത്സകൾ ലഭ്യമാക്കിയതായും അധികൃതർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ദൗഫാർ ഗവർണറേറ്റിൽ മയക്കുമരുന്നുമായി വിദേശികൾ അറസ്റ്റിൽ. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരായ 4 പേരെയാണ് റോയൽ ഒമാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമ്പാറ്റിംഗ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിഭാഗം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ച് പിടികൂടിയത്. പ്രതികളിൽ നിന്നും 16 കിലോഗ്രാം ഹാഷിഷ് ഉൾപ്പെടെ കണ്ടുകെട്ടി. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവിന് ആരോഗ്യ പരിശോധനകൾ തുടരുന്നു. തൊണ്ടയിലെ അണുബാധയെ തുടർന്ന് കൊട്ടാരത്തിലെ ആശുപത്രിയിലാണ് ചികിത്സ. സൗദി റോയൽ കോർട്ടാണ് വിവരങ്ങൾ അറിയിച്ചത്. അണുബാധയെ തുടർന്ന് 1 മാസം മുന്നേയും രാജാവിനെ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു. 88-കാരനായ സൽമാൻ രാജാവ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ സജീവമായി പങ്കെടുത്തിരുന്നു. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും രാജാവിന്റെ ആരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് റോയൽ കോർട്ട് പ്രത്യേക അറിയിപ്പിൽ അഭ്യർത്ഥിച്ചു. സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഇൻഷുറൻസ് പോളിസി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും ഇൻഷുറൻസ് അതോറിറ്റിയും പുറത്തിറക്കി. സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായി വേതനം വിതരണം ചെയ്യാൻ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ ജീവനക്കാരുടെ വേതനം ഇൻഷുറൻസ് പോളിസി കവറേജ് പ്രകാരം ലഭിക്കും. ഇൻഷുറൻസ് കവറേജ് അടിസ്ഥാനമാക്കിയാകും ജീവനക്കാർക്ക് വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുക. സ്വദേശത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന വിദേശ തൊഴിലാളിയുടെ മടക്കയാത്രാ ടിക്കറ്റും ഇൻഷുറൻസ് കവറേജിൽ ഉൾപ്പെടുന്നു.